നമസ്കാരം. ഇറാൻ സേന ട്രംപിനെ പച്ചയ്ക്ക് കത്തിക്കും. ട്രംപിനെ വളഞ്ഞു പിടിക്കുവാൻ ചാവേർപ്പട ഇറങ്ങി. അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളുന്നു. യുദ്ധത്തിന് ശാശ്വതവും ഉറപ്പുള്ളതുമായിട്ടുള്ള പരിഹാരം വേണമെങ്കിൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നവർ തറപ്പിച്ചു പറയുന്നു. ഹോർമൂസിൽ ഇതേ പ്രതിസന്ധി തുടരുക തന്നെ ചെയ്യുമെന്ന് കൂടി ഇറാൻ അറിയിക്കുന്നു. അപ്പോൾ ഇറാൻ സേന ട്രംപിനെ വളഞ്ഞിട്ട് പിടികൂടി പച്ചയ്ക്ക് കത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ തള്ളിക്കളഞ്ഞു. കേവലം താൽക്കാലികമായൊരു വെടിനിർത്തൽ അല്ല, മറിച്ച് യുദ്ധത്തിന് ശാശ്വതവും ഉറപ്പുള്ളതുമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടത് എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികൾ തള്ളിക്കൊണ്ടാണ് ഇറാൻ നിലപാട് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. തങ്ങൾ ഉന്നയിച്ച ഉപാധികളിൽ വിട്ടുവീഴ്ചയില്ല എന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അപര്യാപ്തമാണ് എന്നും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ പശ്ചിമേഷ്യയിലെ സമാധാന നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്താനെന്ന സൂചനയോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്ലാമാബാദ് അക്കോർഡ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നയതന്ത്ര പരിഹാരത്തിന് അമേരിക്ക പച്ചക്കൊടി കാട്ടുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ് ഇതിന് മുൻകൈയെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറുമായിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. സമാധാന കരാർ പദ്ധതിയിലൂടെ അതിന്റെ ഭാഗമായിട്ട് ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറക്കാനും 45 ദിവസത്തെ വെടിനിർത്തലിന് ശേഷം സ്ഥിരമായ സമാധാന കരാറിലെത്താനുമായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. പക്ഷെ ഇതാണ് ഇറാൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഹോർമൂസ് കടലിലടക്കം പ്രതിസന്ധി തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനും ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കുന്നതിലും യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല എന്ന് അമേരിക്കൻ സെനറ്റർ ലിൻസി ഗ്രാം രംഗത്തെത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇറാനുമായുള്ള ഏത് നയതന്ത്ര ധാരണയിലും ഈ രണ്ട് കാര്യങ്ങൾ പ്രധാന നിബന്ധനകളായിരിക്കുമെന്നും മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഇതാണ് ഏക പോംവഴിയുമെന്നാണ് അവർ പറയുന്നത്. നയതന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെയായാലും സൈനിക ഇടപെടലിലൂടെയായാലും ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നാണ് ലിൻസി ഗ്രാമിന്റെ അവകാശവാദം. ഇറാനെതിരെ യുദ്ധത്തിൽ അമേരിക്ക വലിയൊരു തന്ത്രപ്രധാന വിജയത്തിന് അരികിലാണ് എന്ന് സെനറ്റർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ ഈ സാഹചര്യത്തിൽ നയതന്ത്ര ധാരണ ഉണ്ടാകുകയാണ് എങ്കിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിലും ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കുന്നതിലുമൊക്കെ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല എന്ന് കൂടി ലിൻസി ഗ്രാമിന്റെ വാദങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ ലിൻസി ഗ്രാമിന്റെയോ അല്ലെങ്കിൽ ഈ അമേരിക്കൻ സെനറ്ററുടെയോ വാദം കേൾക്കുവാൻ ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇറാന്റെ സേന എന്ന് പറയപ്പെടുന്നത് ട്രംപിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള കരുക്കൾ നീക്കുകയാണ്. ട്രംപിനെ വളഞ്ഞു പിടിച്ച് അത്തരത്തിൽ പച്ചയ്ക്ക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാവേർ പടയാണ് ഇപ്പോൾ ഇറാൻ സേന പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുവരെ കണ്ട ഇറാനെ അല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ കാണാൻ കഴിയുക. ഇറാന് കൊടുത്തിരിക്കുന്ന 48 മണിക്കൂർ ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കുമ്പോൾ ഇന്ന് രാത്രി അമേരിക്കൻ സേന ഇറാനെ ചുട്ടുചാമ്പലാക്കുമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ അതേ ട്രംപിനെ വളഞ്ഞു പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചാവേർ പടയെ ഇറക്കിക്കൊണ്ട് ആ ചാവേർ പട ട്രംപിനെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ സേന എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.